ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മൂവിയാണ്. ജിത്തു അഷ്റഫ് ഡയറക്റ്റ് ചെയ്ത് കുഞ്ചാക്കോ ബോബൻ ഒരു പോലീസ് ഓഫീസർ വേഷം ചെയ്യുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി ലാസ്റ്റ് വീക്കാണ് റിലീസായത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് ഷാഹി കബീറാണ്. പുള്ളിയുടെ പ്രീവിയസ് വർക്ക്സ് എന്ന് പറയുന്നത് നായാട്ട്, ഇലവിഴ പുഞ്ചിറ, പിന്നെ ജോസഫ് ഒക്കെയാണ്. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയാണ്. സ്റ്റാർട്ടിങ് ടു എൻഡിങ് തന്നെ ഫുള്ളി എൻഗേജിങ് ആയിട്ടാണ് ഈ മൂവി പോകുന്നത്. അതിൻ്റെ മെയിൻ പങ്ക് വഹിച്ചിരിക്കുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റും പിന്നെ മ്യൂസിക്കും തന്നെയാണ്. ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് സീൻ തൊട്ട് തന്നെ നല്ലപോലെ BGMs യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറിയിലേക്ക് കടക്കുമ്പോഴേക്കും ഒരു ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ഒരാൾ മാല പണയം വയ്ക്കാൻ വരുന്നതും അത് മുക്കുകൊണ്ടാണെന്നുള്ള തിരിച്ചറിവും അതിൽ നിന്ന് തുടർന്നുണ്ടാകുന്ന ഓരോ സംഭവങ്ങളുമാണ് ഇതിൻ്റെ കഥ പോകുന്നത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് തോന്നിയത് കുഞ്ചാക്കോവിൻ്റെ ക്യാരക്ടർ ആർക്കാണ്. കുഞ്ചാക്കോവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് പുള്ളിയുടെ സുപ്പീരിയേഴ്സിനോടൊരു പേടിയോ അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു കൺസേണോ ഇല്ലാതെ ആ ഡ്യൂട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ചുറ്റുമുള്ളവരെ പറ്റിയോ പുള്ളിയുടെ പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഒന്നും തന്നെ നോക്കാതെ ഡ്യൂട്ടി ഫസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടേത്. പുള്ളി എത്രത്തോളം അരഗൻ്റാണ് നമുക്ക് ആ ഇൻട്രോ സീൻ തന്നെ മനസ്സിലാവും. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്ത്രീയെ മർദ്ദിച്ചുകൊണ്ടാണ് പുള്ളിയുടെ ഇൻട്രോ സീൻ കാണിക്കുന്നത് തന്നെ. അപ്പോൾ കഥ പക്ഷേ റിവീൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പുള്ളിയുടെ ആരഗൻസ് എന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ റീസൺ, പുള്ളിയുടെ സ്ട്രഗിൾ എന്തൊക്കെയാണ് എന്നൊക്കെ തന്നെ നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പുള്ളി വെറൊരു ഓഫീസർ മാത്രമാണെന്നല്ല, പുള്ളി ഒരു അച്ഛൻ കൂടിയാണ് എന്നുള്ളൊരു ലെയർ കൂടി ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടറിലേക്ക് വരുമ്പോഴേക്കും മറ്റേ പഴയൊരു സിനിമയുണ്ടല്ലോ ആനന്ദം എന്ന് പറഞ്ഞിട്ട്, ആ മൂവിയിൽ കുപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആ പുള്ളിയാണ്. പുള്ളിയും കുറച്ച് പേരുകളുണ്ട്. അവരൊക്കെയാണ് ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്നത്. പുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഡെപ്ത് മനസ്സിലാവും. പിന്നെ വെറുതെ ഒരു വില്ലൻ ക്യാരക്ടേഴ്സ് അല്ല, അവരുടെ പ്രോപ്പറായിട്ട് റീസണും മോട്ടീവും കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് തന്നെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മൂവി കണ്ടത് ലുലുമോളിൽ നിന്നാണ്. അത്യാവശ്യം നല്ലപോലെ ഡോൾബി അറ്റ്മോസ്ഫിയർ എഫക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള മൂവി തന്നെയാണത്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് സൗണ്ട് ഡിസൈനിലാണ്. എനിക്ക് ഈ മൂവിയിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളൂടെ പറയാം. പൊതുവെ മമ്മൂട്ടിയുടെ പഴയ സിനിമകളിലെല്ലാം റെഫർ ചെയ്തിട്ടുള്ളൊരു സീനാണ്, പുള്ളി സുന്ദരനാണല്ലോ, ചുള്ളനാണല്ലോ എന്നൊക്കെ ഒരു എക്സ്ട്രാ ഒരു ക്യാരക്ടർ വന്ന് പറയും. ചിലപ്പോൾ ആ മൂവിക്ക് ആ സീൻ ആവശ്യമില്ലാത്തതായിരിക്കും, സ്റ്റിൽ ആ സീൻ അവിടെ കാണും. അതുപോലൊരു സീൻ ഇതിനകത്ത് ഞാൻ റെഫർ ചെയ്തത്. അതെനിക്ക് കല്ലുകടിയായിട്ടാണ് തോന്നിയത്. ഇൻട്രോ കഴിഞ്ഞിട്ടൊരു സീനിൽ ഒരു വക്കീൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പഴയ ചോക്ലേറ്റ് ബോയ് അല്ലേ എന്ന്. അങ്ങനെ റെഫർ ചെയ്യേണ്ട കാര്യമില്ല ഈ മൂവിക്ക് അത് റെഫറൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. വെറുതെ ഒരു സീൻ ആഡ് ചെയ്ത് വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, അത് ആക്ച്വലി ഈ മൂവിയുടെ കുറ്റം മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല, ഇതിൻ്റെ സെൻസർഷിപ്പിൻ്റെ കാര്യത്തിലാണ് എനിക്ക് തോന്നിയത്. കാരണം അത്യാവശ്യം നല്ലപോലെ ബ്രൂട്ടലായിട്ടുള്ള വയലൻസും ഒരു ഇൻട്രോ സീൻ എന്ന് പറഞ്ഞൊരു സൂയിസൈഡ് സീനാണ്. അത് അത്യാവശ്യം നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഡ്രഗ് യൂസേജിൻ്റെ സീൻസ് അത്യാവശ്യം നല്ല പോലെ വെച്ചിട്ടുണ്ട്. സ്റ്റിൽ ഇതിന് 18+ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അല്ല കിട്ടിയിരിക്കുന്നത്, UA16 എന്തോ ആണ്. അപ്പോൾ ഞാൻ പോയ സ്കൂളിൽ അത്യാവശ്യം നല്ലപോലെ ഫാമിലീസ് ഉണ്ടായിരുന്നു, കുട്ടികളും അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്കൂൾ ഏജിലൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെയാണ്, ഇതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേൾപ്പുള്ള പാരൻസ് എല്ലാവരും ആ പാരൻസ് അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇവരെയൊക്കെ എന്ത് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നൊക്കെ. മൂവി ഫുള്ളി എൻഗേജിങ് ആണ്, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു.